കമ്മിറ്റി റിപ്പോർട്ട്. മുൻപ് നമ്മുടെ പ്രമുഖ നടൻ, അന്തരിച്ച പ്രമുഖ നടൻ തിലകൻ സാറ് പറഞ്ഞിരിക്കുന്നു, അമ്മ എന്ന സംഘടനയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിരിക്കുന്നു. കാരണം ആ സംഘടനയിൽ മുഴുവനും ഗുണ്ടായിസമാണെന്നും ഒരു തീവ്രവാദ സംഘടന പോലെയാണെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിന് എതിരായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ പല സിനിമയിൽ നിന്നും അതുപോലെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം പ്രതികരിച്ചത് കൊണ്ടാണ് ഒഴിവാക്കിയത്. അപ്പോൾ അത് എതിർത്തത് കൊണ്ട്, മോശമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഒഴിവാക്കി, സിനിമയിൽ നിന്ന് ഒഴിവാക്കിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾക്കും മോശമായിട്ടുള്ള ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നത് കേട്ടു നോക്ക്. അപ്പോൾ അതിൽ പേരുകൾ പറയാത്തതിൽ ചില കാരണങ്ങളുണ്ട്. ഇപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പേരുകൾ പറയാതെ ചില പേജുകൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അച്ഛനെതിരെ ഉള്ളതല്ലേ. അച്ഛൻ സിനിമ ഈ സംഘടനയിൽ നടന്ന പുഴുക്കുത്തുകളെ പുറത്ത് പറഞ്ഞതിന്, അതായത് സംഘടന വിഷയം ഓപ്പണായിട്ട് പുറത്ത് പറഞ്ഞത്, സംഘടനയിൽ മാഫിയയാണ്, ഗുണ്ടായിസമുണ്ട്, ഇത് അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള ഒരു സംഘടനയല്ല, അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു കോടാലിയാണ് എന്നൊക്കെ മാധ്യമങ്ങളോട് ആ കാലഘട്ടത്തിൽ, അതായത് 2010 കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ, ആ സമയത്ത് ഓപ്പണായിട്ട് പറഞ്ഞതിന് സംഘടനാ വിഷയം പുറത്തു പറഞ്ഞു എന്ന പേരിലാണ് അച്ഛന് എതിരെ ആ ഒരു നടപടി ഉണ്ടായത്. അതിലും വലിയ വിഷയങ്ങൾ ചെയ്ത ആൾക്കാരെ ഇതിനകത്ത് തന്നെ പിന്നീട് നിലനിർത്തുന്ന കാഴ്ചകൾ നമ്മൾ പിന്നീട് കണ്ടു. ഇപ്പം ഈ വിഷയത്തിൽ പോലും ഇത്രയും ഒരു വലിയ പ്രശ്നങ്ങൾ ഇതിലുണ്ടായതായിട്ടൊരു റിപ്പോർട്ട് വന്നിട്ട് പോലും അവർ വ്യക്തമായ രീതിയിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അപ്പം ആ അച്ഛനെ പുറത്താക്കാൻ കാണിച്ച ആർജവം എന്തുകൊണ്ടാണ് ഇവർ ഈ വിഷയങ്ങളിൽ, അത് കഴിഞ്ഞ് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ആ വിഷയങ്ങളിൽ അവരെന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇത് ഒരിക്കൽ ചോദ്യം ചെയ്തതാണ് ഈ ഇരട്ടത്താപ്പ് നയം. പേരുകൾ പുറത്തു വരാതെ ഇതൊരു ആരോപണങ്ങൾ മാത്രമായി തുടങ്ങിയാൽ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നേരത്തെ ഉണ്ടായ പോലെ ഒതുങ്ങി പോകത്തില്ല. പേരുകൾ പുറത്ത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഒരു അവസരം, അതിനൊരു സിറ്റുവേഷൻ വെയിറ്റ് ചെയ്യാം നമുക്ക്. അതായത് അച്ഛനെതിരെ ഈ സംഘടനയിൽ വലിയ നീക്കം ആദ്യം മുതലേ ഉണ്ടായി എന്നാണ് വിശ്വാസം. അതെ, ആ ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഈ സംഘടനയെ ഭരിക്കുന്നത്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് ഈ 4-5 വർഷക്കാലം, അതായത് 2017 രൂപീകരിച്ച ഈ ഒരു കമ്മീഷൻ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ ഈ 4-5 വർഷം എടുത്തു? ഇത്രയും നാൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി എന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു പ്രമുഖ നടൻ പറയുന്നത് കേട്ടോ, അതൊന്നും കേട്ടോ. നിയോഗിച്ചു, ആ കമ്മീഷൻ അതിൻ്റെ ഫൈൻഡിങ്സ് അറിയിച്ചു. ഇതിനകത്ത് എന്ത് കാലതാമസമുണ്ടായി, എന്തുകൊണ്ട് ഇത്രയും നാളും വന്നില്ല, ഇതൊന്നും ചോദിക്കേണ്ട. വന്നല്ലോ, വന്നതിന് അനന്തര നടപടികൾ അത് സർക്കാർ പ്രചോദിപ്പിച്ചായാലും ആവശ്യപ്പെട്ടായാലും അത് ഡിമാൻഡ് എൻഫോഴ്സ് ചെയ്തായാലും ശരി തന്നെ. എല്ലാ സംഘടനകളും ഒത്തുചേർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ തന്നെ അറിവിലെത്തുന്നത് ഇത് ഇത്രയും ആഴത്തിലുള്ള പ്രശ്നങ്ങളാണെന്ന് ഇപ്പോഴായിരിക്കും. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും അങ്ങനല്ലേ, ഓരോ സംവിധാനം. ഈ നടൻ പറയുന്നത് എന്താണെന്ന് വന്നല്ലോ, എന്തിനാ താമസിക്കുന്നത് അന്വേഷിക്കുന്നത്? വന്നല്ലോ, ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്നുവെച്ചാൽ ഇത്രയും രൂപ മുടക്കി 5 വർഷമായിട്ട് ഇതിന്റെ പഠിക്കാൻ ഇവർക്ക് കുറച്ച് സമയം എടുത്തേ, അതുകൊണ്ടാണ് താമസിച്ചത്. ഒരു നടനോട് ചോദിച്ചു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഞങ്ങളൊന്ന് പഠിക്കട്ടെ, ഞങ്ങൾ ശരിയായിട്ടൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ശരിയായിട്ട് പഠിക്കട്ടെന്ന്. എന്തോ പഠിക്കാനാ? ഇതിന് മാത്രം എന്തോ പഠിക്കാനാ? ഇവരെല്ലാം ഇതിനകത്തിലുള്ളതാ, എന്തോ പഠിക്കാൻ ഇവർക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് അവർ പഠിക്കട്ടെന്ന് പറഞ്ഞ് ഒഴിവായത്. ഇവർക്കെല്ലാം അറിയാന്നേ, ഇതിനകത്തിലുള്ള വലിയ വലിയ നടന്മാർക്കെല്ലാം ഇതറിയാം, സംഭവങ്ങളെല്ലാം അറിയാം. അപ്പൊ പഠിച്ചവർ പരുഷ എഴുതാൻ പോവാ. പഠിച്ചിട്ട് ഇവർക്കൊന്നും അറിയത്തില്ല. അയ്യോ പാവം, ഒന്നും അറിയത്തില്ല. പണ്ട് പുരാതന കാലം തൊട്ട് ഇവർ അഭിനയിച്ച കാലം തൊട്ട് ഈ ഫീൽഡിലുള്ള ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല. എല്ലാവരും പഠിക്കാൻ പോവാ. സുരേഷ് ഗോപി സാറ് പഠിക്കാൻ പോവാ, സിദ്ദിഖ് പഠിക്കാൻ പോവാ, എല്ലാവരും പഠിക്കാൻ പോവാ. എല്ലാവരും റിപ്പോർട്ട് പഠിക്കട്ടെന്നേ. 230 വരെ അവർ പഠിച്ചിട്ടുള്ളൂ. 300 പേജുള്ളതിൽ 230 വരെ പഠിച്ചിട്ടുള്ളൂ. ബാക്കി ഇനി പഠിക്കാൻ കിടക്കുക. അപ്പോൾ ഇനി പഠിച്ചിട്ടേ അവർ പറയത്തുള്ളൂ കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്യേ. അപ്പോൾ ഇനിയിപ്പോൾ 2014 ഒന്ന് ഈ റിപ്പോർട്ടൊന്ന് വെളിച്ചം കാണാൻ, ഒരു കുറച്ചെങ്കിലും വെളിച്ചം കാണാൻ, ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ, ശരിക്കും നിവർത്തിയില്ല കേട്ടോ, ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. എന്നാൽ കണ്ടോ ശരിക്കും ഇങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു കാലത്ത് അത് വെളിച്ചം കാണാനും പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള
ലേഡി സൂപ്പർ സ്റ്റാറുകൾ, ലേഡി നടികളുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ തിലകൻ ചേട്ടൻ, തിലകൻ സാറ്, മരിച്ചുപോയെങ്കിലും അന്തരിച്ച തിലകൻ സാറ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് കേട്ടോ. ഇപ്പൊ സംഭവം ഇതുപോലെ ഇനി ഓരോന്നോരോന്ന് പുറത്തു വരും. നമ്മൾ ഈ കാണുന്ന ആൾക്കാരൊന്നും വലിയ വലിയ നടന്മാരൊക്കെ അവരുടെ പിന്നെ പുറത്തേത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവർക്ക് ഉള്ളിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്. അവരുടെ സ്വഭാവ രീതികളും ബാക്ക്ഗ്രൗണ്ടും എല്ലാം മഹാമോശമാണ്. അതായത് നമ്മുടെ മേതിൽ ദേവിക, അതായത് നമ്മുടെ സിനിമാ നടൻ മുകേഷിന്റെ ഭാര്യ, ഇപ്പം ഡൈവേഴ്സായ ഭാര്യ, എക്സ് വൈഫ് എന്ന് പറയും, ഡൈവേഴ്സായ ഭാര്യ മേതിൽ ദേവിക പറയുന്നത് കേട്ടാൽ നായകന്മാരെല്ലാം സിനിമയിലുള്ളതുപോലെ ആവണം ജീവിതത്തിലും. എന്തുകൊണ്ട്? സിനിമയിലുള്ളതുപോലെ അല്ല, നീ നായകന്മാരൊക്കെ നമ്മൾ സിനിമയിലൊക്കെ നല്ല വേഷങ്ങളാ, നല്ല സ്വഭാവം നടന്ന, പക്ഷെ അവരുടെ സ്വഭാവം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ അവരുടെ സമ്പത്തിൻ്റെയൊക്കെ പുറത്ത് അതങ്ങനെയൊക്കെ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ ഒക്കത്തുള്ളൂ. കാരണം നമ്മൾ ഇവരുടെ സ്വഭാവ രീതികളൊക്കെ ശരിക്കും അറിയാനായിട്ട് ഇവരോട് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെ എടുക്കാൻ പറ്റും? ബ്ലാക്ക് കാറ്റ് അല്ലേ, ഒരു സിനിമയുടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 100 ബ്ലാക്ക് കാറ്റാണ് വരുന്നത്. അവരെ തൊട്ടാൽ പ്രശ്നം, അവരെ തൊട്ടൊന്ന് അവരെ കൊതി, ഒരു എന്താ പറയുക, ഒരു ആരാധകന് ഒന്ന് തൊടാൻ കൊതി കാണും. സിനിമാ നടൻ ദൈവമല്ലേ, ദൈവത്തിന്റെ ഒപ്പം ഇരിക്കേണ്ട ആളാണ്. അവർക്ക് സ്വന്തം പൂജാമുറി വരെയുണ്ട്. പൂജാമുറിക്കല്ലേ ദൈവങ്ങൾക്കൊപ്പമാണ് സിനിമാ നടന്മാരുടെ സ്ഥാനം. പൂജിക്കുന്ന ദൈവത്തെ അടുത്ത് കണ്ടപ്പോൾ ഒന്ന് തൊടാൻ ആഗ്രഹം, ഒന്ന് മിണ്ടാൻ ആഗ്രഹം. പക്ഷെ ഇതെല്ലാം അവർക്കെല്ലാം അവർ തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. അവർക്ക് എന്താ പറയുക, ഇപ്പം പിന്നെ കുറേയൊക്കെ മാറ്റമുണ്ട് കേട്ടോ. സെൽഫിയൊക്കെ എടുക്കാൻ ഒത്തിരി പേരൊക്കെ സമ്മതിക്കുന്നുണ്ട്. പണ്ടത്തേനെ അപേക്ഷിച്ചിട്ടൊന്നും ജാടയൊന്നുമില്ല ഇപ്പം സിനിമാക്കാർക്കൊന്നും. കാരണം ജാട കാണിച്ചാൽ അവർക്ക് പിന്നെ ജാട കാണിക്കാൻ പറ്റത്തില്ല. ജാട കാണിച്ചാൽ അവരുടെ ഫാൻസൊക്കെ അങ്ങ് പോകും. അപ്പോൾ എന്തായാലും WCC വരേണ്ടി വന്നു ഇങ്ങനൊരു കാര്യത്തിന് ഒരു തീരുമാനം വരെ. തീരുമാനമായില്ല കേട്ടോ, ഒരു തുടക്കം മാത്രമാണ്. ഇനി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, പുറത്ത് ഇനി വന്നുകൊണ്ടേ ഇരിക്കും. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇനി കുറച്ച് കാലത്തേക്ക് എല്ലാവർക്കും ചർച്ചാ വിഷയം. എന്തായാലും വെളിച്ചം കാണൂല, ആരും അതിനുവേണ്ടി കൊതിക്കുകയും വേണ്ട. അതിൻ്റെ ശരിയായ കാര്യങ്ങൾ എല്ലാവരെയും കാണിക്കത്തോ അറിയിക്കത്തോ ഒന്നുമില്ല. മെയിനായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഒരു ഈ റിപ്പോർട്ട് വായിച്ച് കാണത്തുള്ളൂ. ബാക്കി പേജുകളൊക്കെ എന്താണെന്ന് എവിടെയെന്നോ അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല. എന്തായാലും ജസ്റ്റിസ് നല്ലൊരു ജസ്റ്റിസ് ആയിരുന്നു. അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും സത്യസന്ധമായിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ നീറ്റാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സർക്കാർ വിചാരിക്കണം ഇനി ഫുൾ റിപ്പോർട്ട് ഇനി ആൾക്കാരെ കാണിക്കണമെങ്കിൽ. അപ്പോൾ സിനിമാ ലോകം തന്നെ മൊത്തത്തിൽ സിനിമകളെല്ലാം എന്താ പറയുക, ഈ ഇതുവരെ ഉണ്ടാക്കിയ സിനിമാ നടന്മാരുണ്ടാക്കിയ അവരുടെ ഇമേജ് എല്ലാം തകർന്ന് തരിപ്പണമാവും. ഇപ്പം ചൂരൽമലയിലുള്ള ദുരന്തമൊന്നുമല്ല വലുതിപ്പം, അതൊക്കെ എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യം മറന്നുപോയി. പക്ഷേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ജനങ്ങൾക്ക് ചർച്ചാ വിഷയം. അപ്പോൾ വീണ്ടും കാണാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം, ബായ്.